എങ്കിൽ ആരുമില്ല എന്നുള്ളത്. അതാണ് മനസ്സ്. പൊതു മനസ്സാണത്. പൊതു മനസ്സാണത്. ആ മനസ്സിന്റെ ഒപ്പം നിങ്ങൾ നിൽക്കുവാണ്. ഒറ്റയ്ക്കുള്ള മനസ്സുമുണ്ട്, പൊതു മനസ്സുമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് എന്റെ ക്ലാസ്സിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പറ്റൂല. നിങ്ങളുടെ മനസ്സിന് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റണത്. വലിയ മനസ്സ് എന്തൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, എന്തിനാണ് ഇതിനകത്ത് ഇരിക്കണത്, നിങ്ങൾ പലതും ചോദിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പറയാത്താണ്. നിങ്ങളുടെ മനസ്സ് പല രീതിയിലും ചാഞ്ചാടിയിട്ടുണ്ടാവും. നിങ്ങൾ എന്നോട് പറഞ്ഞാലും ശരി, പറഞ്ഞില്ലെങ്കിലും ശരി, എല്ലാം അറിയുന്ന ഒരു സംവിധാനമുണ്ട്. നിങ്ങൾ ആ യഥാർത്ഥ പാതയിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ അല്ല. അത്ര സിമ്പിൾ അല്ല. പണം വരുമ്പോ വന്നിട്ട് പറയും പ്രശസ്തി നേടിക്കോ. ഈ മനസ്സ് എന്ന് പറയുന്നത് വലിയ ശൈത്താൻ, വലിയ ഇബിലീസ്, വലിയ സാത്താൻ. അതുകൊണ്ട് ഓരോരുത്തരുടെ കൂടെയുള്ള ഒറ്റ സാത്താനും ഉണ്ട്. അതായത് മനസ്സ് എന്ന് പറയുന്നത് സിംഗിളായിട്ടുമുണ്ട്, പൊതുവായിട്ടുമുണ്ട്. ഇപ്പൊ നിങ്ങള് ഉദാഹരണത്തിന് ഒരു 30 വയസ്സായിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചില്ല എന്ന് വെച്ചോ. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ പൊതുസമൂഹം പറയും, അതായത് പൊതുവായ മനസ്സ് പറയും, കല്യാണം കഴിച്ചില്ലെങ്കിൽ വയസ്സാകുമ്പോ നോക്കാൻ ആരും ഉണ്ടാവില്ല. നീ എന്താ നീ കാണിക്കണത്? നീ ഒറ്റയ്ക്ക് നടക്കാനാ എന്റെ പ്ലാൻ. കാരണം ഈ മനസ്സിന് ഇവനെ എങ്ങനെയെങ്കിലും കൊടുക്കണം. മനസ്സിലായില്ലേ? ഇവനെ കൊടുക്കണം. എടാ, ഇവനെ കിട്ടണില്ലല്ലോ. ഇവനെ കിട്ടണില്ലല്ലോ നമ്മുടെ വഴിക്ക്. അപ്പൊ ഇവന്റെ ഉള്ളിലുള്ള മനസ്സും പതിയെ പറയാൻ തുടങ്ങും, ഇളകാൻ തുടങ്ങും. ഇനി വയസ്സാവുമ്പോ ആരും നോക്കാനില്ലെങ്കിലോ? എന്നാ അവൻ സത്യത്തിലോട്ട് നോക്കൂല. ഇവിടെ എല്ലാവർക്കും വയസ്സാവുമ്പോ എല്ലാരും കൂടെ ഉണ്ടാവോ എന്നുള്ളത് അവൻ ചിന്തിക്കണില്ല. അവൻ ഈ പൊതു മനസ്സിന്റെ ഏറ്റവും വലിയ പിശാചിന്റെ ഒപ്പം സഞ്ചരിക്കാൻ തുടങ്ങും. എങ്ങനെയെങ്കിലും തല്ലിപ്പടിച്ച് ബഹളം ഉണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കി, ആരും ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിപ്പിക്കും. കല്യാണം കഴിപ്പിച്ച് കഴിയുമ്പോ പൊതു മനസ്സ് വീണ്ടും ഇളകും. ദേ മക്കള് വേണം, മക്കള് മനസ്സിലായിക്കോ. അവനെ വീണ്ടും കൊടുക്കുവാണ്. ആ പാവം ഒറ്റയ്ക്ക് എങ്ങനെയോ ജീവിച്ചു പോയിരുന്ന അവനെ അല്ലെങ്കിൽ അവളെ വീണ്ടും കൊടുക്കുവാണ്. ആദ്യം ഒരു കുരിശെടുത്ത് തലയെ കയറ്റി വെച്ച് തന്നു. ഈശോ ഒരു കുരിശ ചുമന്നെങ്കിൽ മനുഷ്യന്മാര് ചുമക്കണത് കുറെ കുരിശുകളാണ്. ഒരു കുരിശെടുത്ത് വെച്ച് തന്നു. അടുത്ത അടുത്ത രണ്ടോ മൂന്നോ കുരിശ് അങ്ങോട്ട് ഉണ്ടാക്കിക്കും. രണ്ടോ മൂന്നോ കുരിശ് അവൻ സൃഷ്ടിക്കും. ഒരു കുരിശിനെ സൃഷ്ടിച്ചു, അടുത്ത 3 കുരിശിനെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ 4 കുരിശിനെ സൃഷ്ടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവന് മനസ്സിലാകുന്നത്, ഈ പണി കിട്ടിയതാണ് എനിക്ക്, ഇവരെല്ലാം ഉണ്ടായിട്ടും ഞാൻ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് എന്ന് കുറേ നാള് കഴിയുമ്പം മനസ്സിലാവും. പിന്നെ അവർക്ക് വേണ്ടി പണിയെടുക്കുന്നു, കഷ്ടപ്പെടുന്നു, ജീവിക്കുന്നു, മക്കളെ വിവാഹം കഴിക്കുന്നു, മക്കളെ വലിയ സ്റ്റാറ്റസിലെത്തിക്കുന്നു. ഒരു തന്ത്രമാണിത്. ഇതെല്ലാം കഴിഞ്ഞും അവൻ ദുരിതത്തിലായിരിക്കും. നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾക്ക് ഈ സത്യം എന്ന് പറയുന്ന ഇപ്പൊ നിങ്ങൾ ഈ അന്വേഷിക്കുന്ന സാധനം അന്വേഷിക്കാൻ പോലും സമയം ഉണ്ടാവൂല. അതുകൊണ്ടാണ് നിങ്ങൾ ഇത് പലർക്കും കൊടുത്തിട്ടും ആരും ഇത് അന്വേഷിച്ച് വരാത്തത്. നിങ്ങളിത് പലർക്കും കൊടുക്കുന്നില്ലേ? അവർക്ക് സമയമില്ല ഇത് അന്വേഷിക്കാൻ.
അവർക്ക് സമയമില്ല. കാരണം അവരെ ആ ചക്രത്തിന്റെ ഉള്ളിൽ വലിയ പിശാചും കുഞ്ഞി പിശാചും കൂടി കുടുക്കിയിട്ടിരിക്കുകയാണ്. അവർക്ക് സമയമുണ്ടാവില്ല. വലിയ തന്ത്രമാണിത്. ചെറിയ തന്ത്രമല്ല ഇത്. മനസ്സിലാക്കിയവനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഇത് ഒരിക്കലും മനസ്സിലാവില്ല. അതാണ് ഞാൻ ആദ്യമേ തുടങ്ങിയപ്പോ പറഞ്ഞ തന്നെ, മനസ്സ് ദുരിതവും കഷ്ടപ്പാടുമാണ്. മനസ്സ് നമ്മളെ കൊടുക്കുന്നത്, ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. മനുഷ്യന് ഇതൊന്നും ചിന്തിക്കാൻ സമയം കൊടുക്കൂല അവന്. അവൻ ചിന്തിച്ച് ചിന്തിച്ച് വരുമ്പോഴത്തേക്കും അവനെ പിടിച്ചു കൊടുക്കും. എല്ലാരും ചേർന്ന് എല്ലാരും കൂടി കൊടുക്കും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ മൂത്ത മകന് ഇങ്ങനെ പല ചിന്തകൾ ചിന്തിച്ചിരിക്കുന്നൊക്കെ ഒരാളാണ്. അപ്പൊ പുള്ളിയെടുത്ത് ഇപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു തുടങ്ങി, എടാ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവാഹം കഴിക്കണം, മക്കൾ വേണം, നിന്നെ വയസ്സാകുമ്പോ ആരും നോക്കാനുണ്ടാവില്ല. ഞാനിത് പറയല്ലേ എന്ന് പറഞ്ഞാലും അങ്ങനെയല്ല എല്ലാരും ചെയ്യണത്. മനസ്സിലാകുന്നുണ്ടോ?